അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു താല നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്നതാണ്. നല്ല ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ആ ഒരു മഴ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇവിടെ UAE-യിലൊക്കെ അൽഹംദുലില്ലാ 2-3 ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ മനുഷ്യന്മാർ ജീവിക്കുന്ന അതേപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും ഒക്കെയുണ്ട്. അവകൾക്ക് മഴ നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തായ മഴയാക്കി തരട്ടെ, ബുദ്ധിമുട്ടുള്ള മഴയാക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഴ വരുമ്പോഴും അതുപോലെ തന്നെ ഇടി മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളാരും പേടിക്കാനല്ല പറയുന്നത്. ആ സമയത്ത് അള്ളാഹു തആല നമുക്കൊരു ഓഫർ തരുന്നുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തആല അതിന് ഉത്തരം ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കും മഴ പെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന്. കാരണം ആ സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാലോ, അല്ലെ? എന്നാൽ ഇതേപോലെ മഴയെ ശപിക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മഴ പെയ്യുന്ന സമയത്ത് ഇതെന്തൊരു നശിച്ച മഴയാണ്, ഇതെന്തൊരു ഹലാക്കിന്റെ മഴയാണ്, ഇങ്ങനെ പല ആളുകളും പല വാക്കുകൾ കൊണ്ട് ശപിക്കുന്നവരുണ്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും, ആ സമയത്ത് മഴ പെയ്തു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണക്കാനിട്ടതായിരിക്കും, ആ സമയത്ത് മഴ പെയ്തു. ആ സമയത്ത് ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ശപിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കോപത്തിന് അർഹരാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഇടി മിന്ന് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പേടിയാണല്ലേ. നമ്മൾ അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അവിടെ നമുക്ക് ചൊല്ലാനുള്ള 1-2 ദിക്റുകളുണ്ട്. അതിൽ ഒന്നാമത്തത് പരിശുദ്ധ ഖുർആനിലുള്ള ഒരു വാക്യമാണ്. ഈ ദുആ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയാൻ സാധ്യതയുണ്ട്. കാരണം ഈ ദുആ ആദ്യമായി എന്നെ പഠിപ്പിച്ചത് ഞങ്ങളുടെ വല്യുമ്മ, ഞങ്ങളുടെ വാപ്പാൻ്റെ ഉമ്മ സയ്യിദത്ത് നഫീസ ബീവിയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു താല അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ദുആ എന്ന് പറയുന്നത് സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. സുബ്ഹാന മൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. ഇതാണ് ആ ദുആ. അത് ഖുർആനിന്റെ വാക്യമാണ്. ആ ദുആ ചെയ്യുമ്പോൾ നമുക്ക് 2 ഗുണമാണ്. നമുക്ക് ദുആയുമായി അതുപോലെ തന്നെ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലവുമായി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ദുആ ഒന്ന് പഠിച്ചു വെക്കുക. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഈ ദുആ ചെയ്യുക. അതുപോലെ തന്നെ മഴയുണ്ടാകുന്ന സമയത്ത് അല്ലാഹുവേ, ഈ മഴ ഞങ്ങൾക്ക് റഹ്മത്തിന്റെ മഴയാക്കി തരണേ റഹ്മാനെ എന്ന് ദുആ ചെയ്യലും സുന്നത്താണ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ, ഞങ്ങൾക്ക് ഈ മഴ റഹ്മത്തിന്റെ മഴയാക്കി തരണേ എന്നിങ്ങനെയുള്ള ദുആ ചെയ്യലും സുന്നത്താണ്. അതുപോലെ തന്നെ എത്ര മഴ പെയ്താലും ഞങ്ങൾക്ക് മഴ മതി പടച്ചോനെ എന്ന് നമ്മൾ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മുടെ നാട്ടിൽ മഴയില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങിപ്പോകാൻ തുടങ്ങി, നമ്മുടെ മൃഗങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ നബി എന്ന് പറഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. മിമ്പറിൽ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈ. ആരാ കൈ ഉയർത്തിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ചോദിച്ചാൽ കൊടുക്കാതിരിക്കോ? ഉടനെ തന്നെ പെയ്യാൻ തുടങ്ങി മഴ, അതിശക്തമായ മഴ. സ്വഹാബത്ത് മുഴുവനും നനഞ്ഞു കുതിർന്ന് നിസ്കാരം പൂർത്തിയാക്കി വീട്ടിലേക്ക് പോയി. 1 ദിവസം കഴിഞ്ഞു, ദിവസം 2 കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച വന്നു, മഴ കുറഞ്ഞിട്ടില്ല. ആ നാട് മുഴുവനും തണുത്ത് വിറക്കുകയാണ്. എല്ലാ ആളുകളും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും സ്വഹാബത്ത് വീണ്ടും വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, നമുക്ക് മഴ മതി നബിയെ. കാരണം ഇങ്ങനെ മഴ പെയ്താൽ നമ്മുടെ കൃഷികളൊക്കെ നശിച്ചു പോകും, നമ്മുടെ മൃഗങ്ങളൊക്കെ ചത്തുപോകും. അതുകൊണ്ട് മഴ നമുക്ക് മതി നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി. എന്നിട്ട് എന്താ പറഞ്ഞ? ഞങ്ങൾക്ക് മഴ മതി എന്നല്ല പറഞ്ഞ്, പടച്ചോനെ, ഈ മഴയെ പ്രാന്തപ്രദേശങ്ങളിലേക്ക്, മഴ
ആവശ്യമുള്ള ആളുകളിലേക്ക്, അതുപോലെ തന്നെ കുന്നിൻ ചെരുവുകളിലേക്കൊക്കെ നീ നീക്കി കൊടുക്കണേ റബ്ബേ എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്ക് മഴ മതി, ഇനി ഞങ്ങൾക്ക് മഴ വേണ്ട എന്നല്ല പറഞ്ഞത്. അപ്പോ മഴയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ദുആയാണ്. ദുആ സ്വീകരിക്കാൻ പറ്റിയ സമയങ്ങളിൽ പെട്ടതാണ് മഴ പെയ്യുന്നുള്ള സമയം. അതുപോലെ തന്നെ ഇടിമിന്നലുണ്ടാകുന്ന സമയത്തുള്ള ആ പ്രത്യേകമായ ദുആ, അതും നമ്മൾ പഠിച്ചു വെക്കണം. ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് വേറെയും ഒരു ദുആ ഉണ്ട്, നമ്മൾ പഠിച്ചു വെക്കേണ്ട ദുആയാണ്. അല്ലാഹുമ്മ സുഖിയൻ ഹനീഅൻ വസയ്യിബൻ നാഫിയൻ അല്ലാഹുമ്മ ജഅൽഹു സ്വയ്യിബ റഹ്മത്തിൻ വലാ തജഅൽഹു സ്വയ്യിബ അദാബിൻ. ഈ ഒരു ദുആയും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് ഈ 2 ദുആയും നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ മഴയുണ്ടാകുന്ന സമയത്തും നിങ്ങൾ ദുആ ചെയ്യുക. ഒരിക്കലും മഴയെ നമ്മൾ ശപിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.